ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേഷനിലേക്ക് പോകാം. അതിന് മുന്നേ എൻ്റെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽ ബട്ടനും കൂടി അമർത്തണം കേട്ടോ. ഓക്കെ, ശാരിക കയറി. ശാരിക ആകെ ചൊറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ആരെയൊക്കെയാണ്? അനുമോളെയും നൂറയും ആദിലയും ഒക്കെ വളരെയധികം ചൊറിയുന്നുണ്ട്. അപ്പോൾ ആദില അവിടെ ഇരുന്നിട്ട് നൂറയുടെ അടുത്ത് പറയുന്നുണ്ട് ശാരിക ഇങ്ങനെ നന്നായി ചൊറിയുന്നുണ്ട് എന്നൊക്കെ, എന്താണെന്നറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇത് നെവിൻ കേൾക്കുന്നുണ്ട്. അപ്പോൾ നെവിൻ്റെ അടുത്ത് പോയിട്ട് നമ്മൾ ആദില പറയുന്നുണ്ട്, നീ ഇത് ചെന്ന് പറയാനും നിൽക്കണ്ട, ഇനി ഒന്നും കൂടിയും എരുത്തിയിൽ എണ്ണ ഒഴിച്ച് കൊടുക്കാൻ നിൽക്കണ്ടെന്ന് പറഞ്ഞു. അപ്പം നെവിൻ പറയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ നെവിൻ എന്തായാലും പറയും. നെവിൻ എന്ത് കെട്ടിയാലും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന ഒരാളാണ്. നെവിൻ അത് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് രണ്ടുപേരെ കൂടി തല്ല് കുടിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണെന്ന് നെവിൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആദില അപ്പോൾ നൂറ പറയുന്നുണ്ട്, ബേബി അവൻ പറയണമെങ്കിൽ പറയട്ടെ, നിനക്കെന്താ, അല്ല ഇനിയിപ്പോൾ വീണ്ടും ഒരു പ്രശ്നം ഉണ്ടാക്കാൻ എനിക്ക് താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞാൽ ആദില നിൽക്കുന്നുണ്ട്. അപ്പോൾ ശാരിക അനുമോൾ എടുത്ത് ചെല്ലുന്നുണ്ട് ശാരിക ചൊറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അനുമോൾ ഇങ്ങനെ ഇരുന്നിട്ട്, താൻ എന്തിനാണോ എപ്പോഴും ഇങ്ങനെ ഇരുന്ന് കരയുന്നതെന്ന് ചോദിക്കുന്നത് ശാരിക. അപ്പോൾ അനുമോൾ പറഞ്ഞിട്ട്, ഞാൻ എപ്പോഴെപ്പോഴൊന്നും കരയുന്നില്ലല്ലോ, ഞങ്ങൾ നോക്കുമ്പോൾ നീ താനിരുന്ന് കരയാണ്. അപ്പോൾ അത് എനിക്കിത് വിഷമം വരുമ്പോൾ ഞാൻ കരയും, എൻ്റെ ഇമോഷൻസ് ഞാൻ പ്രകടിപ്പിക്കും, അങ്ങനെയുള്ള ആളാണ് ഞാൻ. അപ്പം അത് ഞാൻ കരയണത് മാത്രം ഈ ബിഗ് ബോസ് പുറത്ത് വിടുന്ന കാരണമാണ് നിങ്ങളത് എപ്പോഴും കാണുന്നത്. അല്ല, ഞാനിപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന കാലത്തും താൻ ഏത് നേരം കരച്ചിൽ തന്നെയായിരുന്നു എന്ന് ശാരിക പറയുന്നുണ്ട്. അപ്പോൾ അനുമോള് പറയുന്നുണ്ട്, പിന്നെ ഇമോഷൻ വന്നാൽ കരയണ്ടേ, ഞാൻ ഇവിടെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇവിടെ വരുന്നതിനേക്കാളും മുന്നേ പറഞ്ഞിട്ടുണ്ട്, ഞാൻ എപ്പോഴും കരയുന്ന ആളാണ് എന്നൊക്കെ പറഞ്ഞിട്ട്, എന്നിട്ട് തന്നെയാണ് അവരത് എന്നെ എടുത്തിരിക്കുന്നത്, എന്നെ വിളിച്ചിരിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട്, താൻ എപ്പോഴും കരഞ്ഞിരിക്കാനാണ് ഇപ്പോൾ ഇങ്ങോട്ട് വന്നത് ചോദിക്കുന്നുണ്ട്. അതിന് ഞാൻ കരഞ്ഞാലും 93 ഡേയ്സ് ഞാൻ അവിടെ നിന്നില്ലേ, അപ്പോൾ ഞാനൊരു ബി മെറ്റീരിയൽ തന്നെയാണ് എന്ന് ഞാൻ തെളിയിച്ചു കഴിഞ്ഞു എന്ന് പറയുന്നുണ്ട് കേട്ടോ. അനുമോൾ കല്ല് പോലെ തന്നെയാണ് അനുമോൾ ഇരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ശാരിക ഇരുന്നിട്ട് സാധനങ്ങളൊക്കെ ഒതുക്കുകയാണ്. സാധനങ്ങളൊക്കെ ഒതുക്കുന്ന സമയത്ത് നൂറയും അനുമോളും കൂടി വന്നിട്ട് സഹായിക്കണോ ചേച്ചിയും ചോദിക്കുന്നുണ്ട്. വേണ്ട, എന്നെ സഹായിക്കണ്ട, അധികം അങ്ങോട്ട് സഹായിക്കാൻ വരല്ലേ എന്നൊക്കെ പറഞ്ഞ് ശാരിക കടിച്ചു കയറാൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ നൂറ പറയുന്നത്, എന്തിനാണ് ഇങ്ങനെ റൈസ് ആകുന്നത്, എന്തിനാണ് ഇങ്ങനെ മുട കാണിക്കുന്നത്, ഞാൻ മുട കാണിച്ചോ, ഞാൻ തൻ്റെ അടുത്ത് മുട കാണിച്ചോ, എന്താ താൻ എന്നൊക്കെ വിളിക്കുന്നത്, എന്നെ താനൊന്നും വിളിക്കണ്ട, എനിക്കൊരു പേരുണ്ട്, നൂറാന്ന് വിളിച്ചാൽ മതി. അപ്പോൾ നീ എന്നെ ഇടിപ്പൊടി എന്നൊക്കെ വിളിച്ചിരുന്നതോ പണ്ട്. അപ്പോൾ പറയുന്നത്, എൻ്റെ പഴം എടുത്ത് തന്നാൽ പിന്നെ ഇടിപ്പൊടി എന്ന് വിളിക്കൂലേ, ഈ അനുമോളുടെ എന്തൊക്കെ സാധനം ഞാൻ എടുത്തിട്ടുണ്ട്, അപ്പോൾ അവളങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ, അപ്പോൾ എൻ്റെ സാധനം എടുത്താൽ ഞാൻ അങ്ങനെ വിളിക്കും എന്ന് നൂറ പറയുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട്, അപ്പോൾ ഷൈറ്റോടി വരുന്നുണ്ട്. ഷൈറ്റോടി വരുമ്പോൾ ഷൈറ്റോട് ശാരിക എല്ലാ കാര്യവും ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് പറഞ്ഞ് ശാരികയ്ക്ക് ചിരി പൊട്ടി. ശാരിക ചിരിക്കുന്നുണ്ട്. അപ്പോൾ ശാരിക ഇവിടുന്ന് കയറിനേക്കാൾ മുന്നേ ശാരികയുടെ ഒരു ഇൻ്റർവ്യൂ ഞാൻ കണ്ടിരുന്നു. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നൂറയും ആദിലയും ശാരി കൂടെ എന്തോ ചെയ്തിട്ടുണ്ട്. നൂറ പാവാണെന്ന് പറയുന്നുണ്ട്. പക്ഷേ ആദിലേനെ ഞാൻ പൊളിച്ചടക്കും. ആദില പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഡേയ്സുകൾ എണ്ണിയിരിക്കുകയാണ്. അത് ആദിലയ്ക്ക് ആദിലയുടെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. എന്നിട്ട് ഞാൻ പുറത്താക്കും ആ കാര്യങ്ങളൊക്കെ. ആദില വരട്ടെ, പുറത്തേക്ക് വരട്ടെ, എന്നിട്ട് ഞാൻ പറയാം നിങ്ങളുടെ അടുത്ത്. അപ്പോൾ മറ്റുള്ളവർ ചോദിക്കുന്നുണ്ട്, എന്താണ് ചേച്ചി ആ കാര്യം ചോദിക്കുന്നുണ്ട്. ആദില വരട്ടെ, എന്നിട്ട് ഞാൻ പറയാം എന്ന് പക്ഷേ നൂറിനെ കുറിച്ച് നല്ല അഭിപ്രായമാണ്. നൂറ് ഒരു സ്റ്റാൻഡേർഡ് ലേഡിയാണെന്ന് പറയുന്നത്. പക്ഷേ അതിലെ പിന്നിൽ കൂടെ സ്റ്റാബ് ചെയ്യുന്ന കട്ടപ്പയാണ് എന്നാണ് ശാരിക പറയുന്നത്. അത് പുറത്തേക്ക് ഇറങ്ങി പൊളിച്ചടക്കുന്നു പറഞ്ഞത്. അതിൻ്റെ കുറച്ച് ഇറിറ്റേഷൻസ് അവിടെ കാണിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് എൻ്റെ